ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഡേ 11 ഓഫ് റിവിഷൻ സീരീസ് ആണ്. സോ നമ്മുടെ കീമിൻ്റെ യൂണിറ്റ് 2 മോക്ക് എക്സാമിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇന്ന്. അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ്, നമുക്ക് ശനിയാഴ്ചയാണ് എക്സാം വരുന്നത്. സോ നമുക്കിന്ന് പഠിക്കാണ്ടായിരുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഒന്ന് കെമിക്കൽ ആൻഡ് അയോണിക് ഈക്വിലിബ്രിയം, പിന്നെ അതിൻ്റെ കുറച്ച് PYQs ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷൻ്റെ ക്ലാസ്സസ് ജസ്റ്റ് ഒന്ന് 2x കാണാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്റർ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. പിന്നെ അതിൻ്റെ നോട്ട്സ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ PYQs ചെയ്യുക. ഇതായിരുന്നു നിന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. സോ മാത്സ് ഒന്ന് ചെയ്യാൻ ടൈം കിട്ടില്ല എന്നറിയായിരുന്നു. കാരണം കെമിക്കൽ ഇക്വിലിബ്രിയം അയോണിക്കും രണ്ടും കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. രണ്ടും പഠിക്കാനുള്ള പെൻഡിങ് ചാപ്റ്റേഴ്സുമാണ്. സോ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് അറിയായിരുന്നു. സോ ഇതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സസ് റെഫർ ചെയ്യുന്ന ക്ലാസ്സസ് ഏതാണെന്ന്. സോ ഞാൻ ഇക്വിലിബ്രിയം റെഫർ ചെയ്തത് ഈ സൈലത്തിൻ്റെ ജീനിയസ് ചാനലിലുള്ള ഈ ഒരു വീഡിയോ ആണ്. അതായത് 26 GIB 3ക്ക് വേണ്ടിയിട്ട് അവർ റെഫർ ഉള്ള ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തതാണ്. സോ ഈ ക്ലാസ്സിലാണ് എല്ലാ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് മെയിനായിട്ട് കണ്ടത്. ഇതിൽ ചില പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, കൺഫ്യൂസിങ് ഉള്ള ചില പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷനാണ്. പിന്നെ റൊട്ടേഷന് ഞാൻ ഈ ഒരു വീഡിയോയിലെ PYQs ആണ് ഞാൻ സോൾവ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് നമ്മുടെ PYQ മെറ്റീരിയലുള്ള 24ൻ്റെ മുൻപുള്ള, അതായത് 23, 22, 2017 എക്സെട്ര PYQs ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സോ അതിൽ കുറച്ച് PYQസും പിന്നെ 25ലെയും 24ലെയും ബാക്കിയുള്ള കുറച്ച് PYQസും കംപ്ലീറ്റ് ചെയ്തു. കുറച്ചുകൂടി PYQs പെൻഡിങ് ഉണ്ട്. അത് നാളെ, അതായത് എക്സാമിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസം ചെയ്യാമെന്ന് വെച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. സോ ഇതായിരുന്നു നമുക്ക് ഇന്നുണ്ടായിരുന്ന ടാസ്ക്. അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇക്വിലിബ്രിയം സെറ്റായി. സോ ഇതായിരുന്നു നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഒരു അങ്ങനെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തതാണ് നമ്മളുടെ അടുത്ത് പഠിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ മെയിനായിട്ട് PYQs ഞാൻ ചെയ്തത് കീമിൻ്റെ PYQ ചെയ്തു, ഇക്വിലിബ്രിയത്തിലും PYQ ചെയ്തു. പക്ഷെ അത് കീമിൻ്റെ ആയിരുന്നില്ല. ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന PYQs സോൾവ് ചെയ്തത് കീമിൻ്റെ മെറ്റീരിയൽ വൈസ് അതിലും സിമ്പിളാണ് PYQs. സോ അത് നാളെ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. സോ ഇതാണ് റൊട്ടേഷൻ മോഷൻ്റെ PYQസിൽ മെയിനായിട്ട് ഈ സോളിഡ് സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്തിട്ട് എപ്പോഴും നല്ല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ മൊമെൻറ്റ് ഇനേർഷ്യ എപ്പോഴും അറിഞ്ഞിരിക്കുക എല്ലാ കാര്യങ്ങളും, സർക്കുലർ റിങ്, ഡിസ്ക് കാര്യങ്ങളിലൊക്കെ. സോ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് കമ്പാരിസൺ ആയിട്ട്. പിന്നെ ആംഗുലർ മൊമെൻറ്റം L=I⍵, കൈനറ്റിക് എനർജി I12I⍵², അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ അപ്ലിക്കേഷൻ, അതായത് അറിയാലോ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതായത് ഈ നമ്മളിവിടെ ഒരു ഇക്വേഷൻ പഠിക്കേണ്ടത് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ I1⍵1 = എന്നുള്ള ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് കമ്പാരിസൺ ടൈപ്പ് എർത്തിൻ്റെ ഒക്കെ കമ്പാരിസൺ ഒമേഗക്ക് 2π/T ഇട്ട് കൊടുത്തിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കേസുകൾ ചോദിച്ചിട്ടുണ്ട്. സോ സിമ്പിളാണ്. റൊട്ടേഷൻ കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു ചാപ്റ്റർ ഭയങ്കര വാസ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് കീമിന് അത്രയും വലിയ നിങ്ങൾക്ക് ജസ്റ്റ് ചോദ്യം കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ പിന്നെ റോളിംഗ് മോഷൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് സിമ്പിളാണ്, നോക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇവിടെ എങ്ങാനും ഒരു കുഴപ്പമില്ലാത്ത ലെവൽ ക്വസ്റ്റ്യനുകൾ ഞാൻ കണ്ടു. 24-ലെ 23-ലാണ്ട് 23-ൽ എനിക്ക് തോന്നുന്നു സിലബസ് ആ ടൈമിൽ ഡിലീറ്റഡ് അല്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. സോ റോളിംഗ് മോഷൻ്റെ ജസ്റ്റ് കൈനറ്റിക് എനർജി ഇക്വേഷൻ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 12mv² × 1 + k²/r². ചിലപ്പോൾ എമ്മും വിയും തന്നിട്ടുണ്ടാവുക, ചില മാസം തന്നിട്ടില്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I⍵² കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് പറയാനാണെങ്കിൽ. ഇനി നാളെയാണ്, അതായത് ഇന്ന് 12-ാം തീയതി തേഴ്സ്ഡേ ആണ്. സോ നാളെ നമുക്ക് ലീവാണ്. എല്ലാം പോർഷൻസ് ഒന്ന് പഠിച്ചൊന്ന് റിവൈസ് ചെയ്യണം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് മാത്സിലാണെങ്കിൽ പെർമ്യൂട്ടേഷനും ബൈനോമിയലും പെൻഡിങ് ഉണ്ട്, അത് നാളെ കവർ ചെയ്യണം. പിന്നെ അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്യണം. ശനിയാഴ്ച 14-ാം തീയതിയാണ് നമ്മുടെ മോക്ക് എക്സാം വരുന്നത് കീമിൻ്റെ. സോ നാളെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് റിവിഷനിലെ ഡേ എങ്ങനെ പോകുന്നതെന്ന്. സോ നോക്കട്ടെ ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇതാണ് നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ വന്ന ഏരിയാസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.